വന്നിട്ടുണ്ട്. അയ്യോ വാളിയാ കേറി. ഇരിക്കും ക്ലീറ്റോ ചേട്ടാ, ചുമ്മാ പിള്ളേരെ പോലെ. അങ്ങോട്ട് ഒരുപാട് നിർബന്ധിച്ചോ? ഞാൻ പറഞ്ഞയച്ചതാ, അല്ല ഞാൻ കഴിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴാ തമാശ പറഞ്ഞാണെന്ന് പിന്നെ മാപ്പൊക്കെ പറഞ്ഞു. എന്നാലും ഞാൻ രാവിലെ ഒരു തമാശ പറഞ്ഞത് നീ ഇത്രയും കാര്യമാക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അതല്ലേ രാവിലെ ഞാൻ എന്താ പറയാ തങ്കത്ത് എൻ്റെ അടുത്ത് ഇച്ചിരി ദേഷ്യപ്പെട്ടിട്ടാ ഇങ്ങോട്ട് വന്നത്. അപ്പോഴല്ലേ അളി ആ തമാശ പറഞ്ഞു. അതുകൊണ്ടാണ്. തങ്കത്തിന് എന്തിനാ ദേഷ്യപ്പെടുന്നു? ഒന്നുമില്ല, ഒന്ന് രണ്ടുമൊക്കെ പറഞ്ഞിങ്ങനെ ചെറിയ പൈസയുടെ കാര്യത്തിൽ ഇത്ര വലിയ വിഷയമൊന്നുമില്ലല്ലോ. നീ ഇവിടെ വന്ന് പൈസ ചോദിക്കും, അമ്മ അത് എടുത്തു തരും. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? എന്ത് മതി, കഴിക്കട്ടെ. ഇനി പരിപ്പ് കറി ചോദിക്കട്ടെ, എല്ലാം ഒഴിച്ചു വിട് കഴി. അവിടെ അമ്മ അവിടെ കൊണ്ടുവന്ന് പിന്നെ ഞാൻ അമ്മ നിർബന്ധിച്ചു. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിക്കണ്ടെന്ന് അങ്ങനെ. അല്ല സാരമില്ല, അവൻ ചുമ്മാ തമാശകൾ ഇങ്ങനെ പറയുന്നതാ. അത് നിനക്ക് ഫീലിംഗ് ഉണ്ടായോ? എനിക്കറിയാം. ഇതാ ഞാൻ പറയുന്നത്, ആലോചിച്ച് കണ്ടൊക്കെ സംസാരിക്കണമെന്ന്. ഏത് സമയത്ത് ഏത് മനുഷ്യന്റെ മനസ്സാ മാറി വരുന്നതെന്ന് അറിയാനൊക്കത്തില്ല. അറിയാമോ? ബീഫ് പാസിൽ കൊണ്ടുവന്നത് സൂപ്പർ ബീഫ് കേട്ടോ. ജമന്തിയല്ലേ വെച്ചാ? വളർത്തി കെട്ടിയതാണേ. കൊള്ളാമോ? സൂപ്പർ അമ്മ. അമ്മ വെക്കും പോലെ തന്നെ ഉണ്ട്. പക്ഷേ ഈ തങ്കത്തിന് ഇതൊന്നും ഇതുപോലെ വെക്കാൻ അറിഞ്ഞൂടാ കേട്ടോ. അവളിലെ കൊച്ചിനെ എടുത്തിയാടി ഓടിയതല്ലേ. തങ്കം നന്നായി വെക്കുകയൊക്കെ ചെയ്യും. നന്നാലേ ഇതിന്റെ അത്ര വെക്കില്ല. പക്ഷേ ഇവള് എന്റെ കൂടെ നിന്ന് പഠിച്ച് ശീലിച്ചതായത്. ആ ബീഫ് ഇച്ചിരി ഇട്ടെടുക്ക്. കഴിച്ചിട്ടെടുക്കാം. അല്ല, ബീഫ് നമുക്ക് ജീവനാണല്ലോ. കഴിക്കേ. ബീഫ് കണ്ടാ പിന്നെ എന്ത് ശപഥം. അല്ല വേറെ കാര്യം കേട്ടാമ്മ, ഇതുപോലെ രുചിയുള്ള ബീഫ് കറിയുടെ മുമ്പിൽ ചില ശബ്ദമൊക്കെ കാറ്റി പറഞ്ഞു. അതെ അമ്മ, ശപഥം ചെയ്ത് കഴിഞ്ഞാൽ ശപഥം ചെയ്ത പോലെ ഇരിക്കണം. മീശുള്ള ആണുങ്ങൾ ശപഥം ചെയ്താൽ അത് ശപഥമായിരിക്കും. ഒരുമാതിരി പറയുന്നൊന്നും ചെയ്ത് വേറൊന്നും. നീ എന്താ ഇപ്പൊ പറഞ്ഞത്? മീശ വെച്ച ആണുങ്ങള്? അമ്മ ഇവൻ പറഞ്ഞോട്ടോ അമ്മ, പറഞ്ഞ കേട്ടോ അമ്മ. മീശ വെച്ച ആണുങ്ങൾ ശബ്ദം ചെയ്താ ശബ്ദമായിരിക്കുന്നു. അമ്മ ഇതെന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കുന്നത് മനഃപൂർവ്വം അപമാനിക്കാനുള്ള പരിപാടിയാണ്. ഞാൻ ഒന്നും പറഞ്ഞില്ല അമ്മ. വേണ്ടടാ, ഞാൻ മര്യാദക്ക് വീട്ടിൽ ഇരുന്നവനാണ്. നീ അവിടെ വന്ന് എന്നെ വിളിച്ചിറക്കിയതാണ്. നീ മറക്കരുത്. വേണ്ടമ്മേ, എനിക്ക് വേണ്ടമ്മേ. ഞാനാണ് പറഞ്ഞത് അവിടെ നിന്ന് കഴിക്കാൻ. കഴിക്കടാ, എടാ കഴിക്കാൻ. അമ്മ പറഞ്ഞോണ്ട് കഴിക്കും. കഴിക്കും. ആ എല്ല് ചങ്ക് പോകുന്നു നോക്കോ നീ. കണ്ണീരാണ് അത്. എന്ത് ചെയ്യുമെന്ന് പറയും. ഒരിന്റെ മുമ്പിൽ നിന്ന് കണ്ണീര്. ഇനി പറയും. ഇനി ഞാനത് തമാശയായിട്ട് എടുക്കും. ഞാൻ എന്ത് വേണേ പറഞ്ഞാൽ ഇത് കഴിച്ചു തീർന്നാൽ എന്ത് വേണേലും പറയോ, ഞാൻ തമാശയായിട്ട് എടുക്കും. അത് കഴിഞ്ഞാൽ ഞാൻ കാര്യമായിട്ട് എടുക്കും അമ്മ. ഇനി കാര്യമായിട്ട് എടുക്കേ വേണ്ട. തമാശക്കാരൻ വന്നു. നീ പിന്നെ ഒരുപാടുണ്ടാ? ഉണ്ട്. എങ്കിൽ ഇപ്പൊ ഒരുപാട് തമാശ പറയും.